എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇതുപോലെ ഈ ഒരു പാനിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ എപ്പോഴും ടേസ്റ്റ് നെയ്യിൽ തന്നെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ കാഷ്യൂനട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ടൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാഷ്യൂനട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇതുപോലെ കളർ മാറി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉണക്കമുന്തിരി ഞാൻ ഇതിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1.5 കപ്പ് അളവിൽ തേങ്ങയാണ് കേട്ടോ. 1.5 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. തീയ നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ തേങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കളർന്ന് ഒരുപാടങ്ങ് മാറിപ്പോവരുത്. നല്ലപോലെ തന്നെ ചൂടായി കിട്ടിയാൽ മതി ഇതിൽ കിടന്ന്. നമ്മുടെ ഒരു മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചെറിപ്പഴം ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ്. ചെറിപ്പഴം നമ്മുടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഉണ്ടെങ്കിൽ ഇതുപോലെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ ഫില്ലിങ്ങിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഏലക്കായും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് ഏലക്കാപ്പൊടി മാത്രമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഏലക്കായും പഞ്ചസാരയും കൂടെ ആയതുകൊണ്ട് ഒരു 3/4 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലൊരു 5 നേന്ത്രപ്പഴമാണ് കേട്ടോ, ഏത്തപ്പഴം. ഞാനിപ്പോൾ ഇതിലേക്ക് എടുക്കുന്ന ഒരു പാത്രത്തിന് അനുസരിച്ചാണ് 5 എണ്ണം എടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നേന്ത്രപ്പഴത്തിൻ്റെ എണ്ണം ചിലപ്പോൾ കൂടിയോ കുറഞ്ഞെന്നോ ഇരിക്കാം. കാരണം നമ്മൾ എടുക്കുന്ന പാത്രത്തിന് അനുസരിച്ചാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത പഴം തന്നെ എടുക്കണേ. ഒരുപാടങ്ങ് പഴുത്ത് മോശമായിട്ടുള്ള പഴമല്ല, അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ വേണം നമ്മൾ ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അധികം പഴുക്കാത്ത ചെറിയൊരു കറച്ചവയുള്ള പഴം എടുത്താൽ അത്ര രസം ഉണ്ടാവില്ല നമുക്ക് ഈ ഒരു സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല പഴുത്ത പഴം തന്നെ ഇതുപോലെ നോക്കിയിട്ട് എടുക്കുക. ഇതുപോലെ പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒരുപാട് കട്ടിയില്ലാതെ ഇതുപോലെ നീളത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ കണ്ടില്ല, ഇതുപോലെ വേണം ഓരോ നേന്ത്രപ്പഴം നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ ഈ ഒരു നേന്ത്രപ്പഴം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് കട്ടി കൂടി പോകരുത്, അധികം കട്ടിയില്ലാതെ എന്നാൽ ഒരുപാട് നൈസ് ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം തന്നെ ഇതുപോലെ ഞാനൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഞാനൊരു 3 കോഴിമുട്ട ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ഒരു 3.5 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് പാൽപ്പൊടി വേണമെങ്കിൽ 3.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നല്ല പോലെ തന്നെ അടിച്ചെടുക്കണം. ഒട്ടും തന്നെ ഇതിൽ കട്ടകൾ കാണാൻ പാടില്ല. നമ്മളിതിലേക്ക് മൈദയൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു കട്ടകളൊക്കെ നന്നായിട്ട് പോകുന്ന രീതിയിൽ തന്നെ ഒന്ന് അടിച്ചിട്ടെടുക്കുക. ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു മുട്ടയുടെ ഒരു സ്മെല്ലൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ ഒരു പാത്രത്തിലേക്ക്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടില്ല, ഇതുപോലെ ഈ ഒരു വലിപ്പമുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെയ്യ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മുട്ടയുടെ മൈദയുടെയൊക്കെ ഒരു കൂട്ടില്ലേ, അത് ഇതിലേക്ക് കുറച്ചൊരു 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ അതും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടിക്കടിക്ക് വെച്ച് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഇതുപോലെ നേന്ത്രപ്പഴം ഞാനൊന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ സൈഡിലെല്ലാം നല്ല പോലെ തന്നെ ഗ്യാപ്പുകളുണ്ട്. ആ ഒരു ഗ്യാപ്പുകളെല്ലാം തന്നെ നമ്മൾ ഇതുപോലൊരു പഴം എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുക. നമ്മൾ നീളത്തിലല്ലേ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്, അത് ഇതുപോലെ ഒടിച്ചു കൊടുത്തിട്ട് ആ ഒരു സൈഡിലെല്ലാം ഒന്ന് വെച്ച് കൊടുക്കുക. പഴം വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഇത് കവർ ചെയ്യണേ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു പാത്രത്തിൻ്റെ അടിഭാഗം ഇതുപോലെ ഫുള്ളായിട്ട് ഞാനൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് പഴം വെച്ചിട്ട് തന്നെ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു മുട്ടയുടെ മൈദയുടെ ആ ഒരു മിക്സ് നല്ല പോലെ തന്നെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തൊന്ന് കൊടുക്കണം. നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു പഴങ്ങളെല്ലാം നല്ല പോലെ തന്നെ ഒട്ടിപ്പിടിക്കണം. ഇതുപോലെ നമ്മൾ ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കവർ ചെയ്തിട്ട് എടുത്താലേ ആ ഒരു പഴങ്ങൾ തമ്മിൽ ഒട്ടിപ്പിടിക്കത്തുള്ളൂ. അങ്ങനെ ഒരു പഴങ്ങൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചാൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ പഴം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സൈഡ് പോലും വിടാതെ എല്ലാ സൈഡിലും നമുക്ക് ഈ ഒരു മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ലെയറായിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫില്ലിങ്ങിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് നിരത്തി കൊടുക്കുക. സൈഡിലേക്കായിട്ട് നമ്മൾ ഒത്തിരി അങ്ങ് സ്പ്രെഡ് ചെയ്യേണ്ട. സൈഡിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു ഫില്ലിങ്ങിൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് പഴം കട്ട് ചെയ്തത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ പഴം ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് നമുക്കത് വെച്ച് കൊടുത്ത് ഫില്ല് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ പഴങ്ങൾ വെച്ചിട്ട് ഞാനൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പഴത്തിൻ്റെ മുകളിലേക്കും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആ ഒരു മുട്ടയുടെ മൈദയുടെ ഒരു മിക്സ് നല്ല പോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തൊന്ന് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ഒരു മുട്ടയുടെ മൈദയുടെ ഒരു മിക്സ് നല്ല പോലെ തന്നെ എല്ലാ സൈഡിലും ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ഫില്ലിങ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡിൽ നിന്ന് കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഫില്ലിങ് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള നേന്ത്രപ്പഴം കൂടെ ഒന്ന് അടുക്കി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, എനിക്ക് ഈ ഒരു പാത്രത്തിൽ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 5 നേന്ത്രപ്പഴം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഇതിലും ചെറിയ പാത്രങ്ങളൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 5 എണ്ണത്തിൻ്റെ ആവശ്യം വരത്തില്ല. ഒരു 3-4 എണ്ണമൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് കേട്ടോ ഇതിലേക്ക് എത്ര നേന്ത്രപ്പഴം വേണമെന്നുള്ളത്. അപ്പോൾ ലാസ്റ്റത്തെ ലെയർ പഴവും വെച്ച് കൊടുത്തിട്ട് ആ ഒരു സൈഡെല്ലാം നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ഒരു മുട്ടയുടെ മൈദയുടെ ഒരു മിക്സ് നല്ല പോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഈ ഒരു മിക്സ് ഇതിലേക്ക് നമുക്ക് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ആ ഒരു മിക്സ് നമ്മൾ ഇതിലേക്ക് മുഴുവനും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം എന്നാൽ ആ ഒരു പഴം ഇതിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ട് നമ്മളിത് മറിച്ചൊക്കെ ഇടുമ്പോഴത്തേക്കും നല്ല ഒരു ഷേപ്പിലും പൊട്ടിയൊന്നും പോകാൻ നമുക്ക് കിട്ടത്തുള്ളൂ. ഈ ഒരു സ്നാക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. പക്ഷേ ഈ ഒരു കറക്റ്റ് രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്യുന്നത് ഡയറക്റ്റ് നമ്മൾ ഈ ഒരു പാത്രം ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാനല്ല, ഇതുപോലൊരു പഴയ ഒരു പാൻ എടുക്കാം കേട്ടോ. ആ ഒരു പാനിൻ്റെ മുകളിൽ വേണം നമ്മൾ ഈ ഒരു പാത്രം ഇതുപോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതിലും ചെറിയ പാത്രങ്ങളോ അല്ലെങ്കിൽ വീതി കുറഞ്ഞതോ കൂടിയ പാത്രങ്ങളൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിരിക്കും ഇത് വെന്ത് വരുന്ന ഒരു ടൈം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ചിലപ്പോൾ പറയുന്ന ഒരു ടൈം ആയിരിക്കണമെന്നില്ല. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് അതിൽ വ്യത്യാസം വരാം. ഞാനിപ്പോൾ ഇത് തീ കുറച്ച് വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കാണ് കേട്ടോ എനിക്കിതൊന്ന് കുക്കായി വന്നിരിക്കുന്നത്. ആ ഒരു പഴങ്ങളെല്ലാം തന്നെ നല്ലപോലെ തന്നെ ഒട്ടിപ്പിടിച്ച് സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്, അടിഭാഗവും വെന്തിട്ടുണ്ട്, പിന്നെ ഇതിൻ്റെ ഉൾഭാഗവും നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു മുകൾ ഭാഗം കൂടി മാത്രം നമുക്ക് ചെറിയതായിട്ടൊന്ന് മൊരിച്ചിട്ട് എടുത്താൽ മതി. അതിനായിട്ട് ഇതുപോലൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പതിയെ അത് പൊട്ടിപ്പോകാതെ ഈ ഒരു പാത്രത്തിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സൈഡ് നമുക്ക് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഒരു 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു സൈഡ് ഞാനൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു നേന്ത്രപ്പഴം അടുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. ഇത് ചെയ്യാൻ എളുപ്പമാണെങ്കിൽ നമ്മളിത് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു മിക്സ് നമ്മൾ പഴം വെച്ച് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, അത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ ചെയ്യാം കേട്ടോ. നേന്ത്രപ്പഴമൊക്കെ കഴിക്കാനും മടിയുള്ള കുട്ടികൾക്ക് പഴം നമ്മൾ ഇതുപോലെ സ്നാക്സ് ആക്കി ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ.
അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.